അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അത്ഭുത ദിക്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് പോലും വലിയ വലിയ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു. നമ്മോട് അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇത്രയ്ക്കും പ്രതിഫലം നൽകുന്നത്. നമ്മൾ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹു ധാരാളം പ്രതിഫലങ്ങൾ തരുന്നത്. എങ്ങനെയെങ്കിലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണം, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അവനോട് ഖേദിച്ച് മടങ്ങിയാൽ പുറത്തു തരുന്നത്. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരം. എന്നാൽ നമ്മുടെ നിസ്കാരത്തിൽ ധാരാളം പിഴവുകളും വീഴ്ചകളും തെറ്റുകളും വരാറുണ്ട്. മഹാന്മാരുടെ നിസ്കാരവും നമ്മുടെ നിസ്കാരവും വെച്ച് നോക്കിയാൽ നമ്മൾ വളരെ പിറകിലാണ്. ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നിസ്കരിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടെ എങ്ങനെയാണ് നിസ്കരിക്കുക? നിസ്കരിക്കുമ്പോൾ ദുനിയാവിയായ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ലേ? ഞാൻ നിസ്കരിക്കുമ്പോൾ ദുനിയാവിയായ കാര്യം എന്നിലേക്ക് വരാറുണ്ട്. ഹൃദയ സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ സാധ്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പരമാവധി ഹൃദയ സാന്നിധ്യത്തോടെ കൂടി നിസ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ വളരെ പശ്ചാത്താപത്തോടെ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുക. ഇതിന് കാരണമായ നിസ്കാരത്തിലെ പോരായ്മകളെ ഒരു പരിധിവരെ അള്ളാഹു പരിഹരിച്ചു നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ നിസ്കാര ശേഷവും വളരെ ആത്മാർത്ഥമായി ഖേദത്തോടു കൂടി നിസ്കാരത്തിൻ്റെ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്തു തരണമേ എന്ന് ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുക. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുവോ 100 പ്രാവശ്യം കഴിയുമെങ്കിൽ അങ്ങനെ എല്ലാ നിസ്കാരത്തിലും ചൊല്ലുക. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല സാധിച്ചു തരുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട്, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനായിട്ട് മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാം ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
أستغفر الله العظيم 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 أستغفر الله العظيم